തെക്കൻ ഏഷ്യയിലെയും തെക്കുകിഴക്കൻ ഏഷ്യയിലെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ അടങ്ങിയ ഇൻഡോർ മേഖല വ്യവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ഫലവൃക്ഷമാണ് ലോങ്ങൻ. ലോങ്ങൻ മരം 6-7 മീറ്റർ വരെ ഉയരത്തിൽ വളരും. അതിശൈത്യത്തെ അതിന് അതിജീവിക്കാനാവില്ല. മണൽ നിറഞ്ഞ മണ്ണിൽ താപനില 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴെ പോകാത്ത കാലാവസ്ഥയിലാണ് അതിന് വളരാൻ കഴിയുന്നത്. ലിച്ചിമരം കായ്ക്കുന്ന അതേ സമയത്താണ് ലോങ്ങൻ്റെയും ഫലം. ലോങ്ങൻ എന്ന പേരിന് വ്യാളിയുടെ കണ്ണ് എന്നർത്ഥം. തൊലി കളഞ്ഞ പഴം വെളുത്ത അർത്ഥസുതാര്യമായ മാംസള ഭാഗവും അതിനുള്ളിൽ കൃഷ്ണമണി പോലെ കാണപ്പെടുന്ന കുരുവും ചേർന്ന് നേത്രഗോളത്തെ അനുസ്മരിപ്പിക്കുമെന്ന സൂചനയാണ് ആ പേരിൽ. കുരു ചെറുതും ഗോളാകൃതിയിൽ കറുപ്പ് നിറമുള്ളതുമാണ്. നല്ല ഇനങ്ങളിൽ ഈ പഴം അതീവ മധുരവും രാസപൂർണവുമാണ്. പഴമായി തിന്നുന്നതിനു പുറമെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത് സൂപ്പുകളിലും ചെറുപലഹാരങ്ങളിലും മധുരവസ്തുക്കളിലും മധുരപ്പുളി വിഭവങ്ങളിലും ഉപയോഗിക്കുന്നു. ഉണങ്ങിയ ലോങ്ങൻ പഴത്തിന് ചൈനീസ് ഭാഷയിൽ ഗുയിവാൻ എന്നറിയപ്പെടുന്നു. ചൈനീസ് പാചകത്തിൽ അത് ഭക്ഷണത്തിനൊടുവിൽ വിളമ്പുന്ന മധുര സൂപ്പുകളുടെ ചേരുവകയുമാണ്. ചൈനയിലെ ആഹാര ചികിത്സയും വൈദ്യവും അതീത വിരേചനൌഷധവുമായി കരുതുന്നു. ലോങ്ങൻ പഴത്തിൻ്റെ മാംസള ഭാഗം വെളുപ്പ് നിറമാണെങ്കിലും ഉണങ്ങിയ പഴത്തിൻ്റെ നിറം തവിട്ടോ കറുപ്പോ ആണ്. ചൈനീസ് വൈവിധ്യം ലിച്ചിപ്പഴത്തെപ്പോലെ ഇതിനെയും ഉൾച്ചൂട് കൂടുന്നതായി കാണപ്പെടുന്നു. ഇതിൻ്റെ കുരുവാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചെറിയ കണ്ണുകൾ പോലെയുള്ള കുരുവും ചെറിയ മാംസളവുമാണ് വൈറ്റ് കളറിലുള്ളത്. ചെറു ബുഷ് ഓറഞ്ച്, വള്ളിനാരങ്ങ, മുസോളിക്കായ്, മുസോളിങ്ങ, സർബത്തുകായ് എന്നെല്ലാം ഈ പഴത്തിന് നാടൻ പേരുകളുണ്ട്. ഉൾഭാഗം ചാറുള്ളതും ധാരാളം വിത്തുകൾ അടങ്ങിയതുമാണ് ഇവയുടെ കനികൾ. ഇത് കഴിക്കുവാനും പഴച്ചാറുകൾ നിർമ്മിക്കുവാനും പഴച്ചാറുകൾക്ക് സുഗന്ധം നൽകുവാനും ഇത് ഉപയോഗിക്കുന്നു. ഇത് ജ്യൂസ് അടിക്കുവാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. ബുഷ് ഓറഞ്ച് ചെറിയ ഇതിൽ ബഡ്ഡിംഗ് തൈകളിൽ 1.5 വർഷം കൊണ്ട് കായ്ക്കുകയും ധാരാളം കായ്കൾ ലഭിക്കുകയും ചെയ്യുന്നു. വള്ളിനാരങ്ങയുടെയും മുസോളിങ്ങ നാരങ്ങ, സർബത്തുകളായി എന്നെല്ലാം ഈ പഴത്തിന് നാടൻ പേരുകൾ ഉണ്ട്. ഇത് ജ്യൂസിൻ്റെ എസൻസ് കൊടുക്കുന്നതിനും ഇത് കഴിക്കുവാനും പഴച്ചാറുകൾ നിർമ്മിക്കുവാനും വളരെ ധാരാളമായി ഉപയോഗിക്കുന്നു. ഇത് കേരളത്തിലെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ഇത് ധാരാളമായി വളരുകയും ചെയ്യും.